കേരളത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 26-ാം വാർഡിലെ നവീകരിച്ച കരാൽ തേരു മഹാഗണപതി ക്ഷേത്രക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തലശ്ശേരി മണ്ഡലം ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ മുന്നേറിയെന്നും മന്ത്രി പറഞ്ഞു. ഈ സർക്കാർ വരുമ്പോൾ വാട്ടർ അതോറിറ്റി നൽകി വരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം മാത്രമായിരുന്നെന്നും ഇന്ന് കേരളത്തിൽ 44 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നും കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികൾ ടെൻഡർ ചെയ്തുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാര്യം പാരിസ്ഥിതികമായി കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഒരു ഘടകമായി കാണാം. ഭൂഗർഭജലം കുറയുക, എന്നാൽ കടലിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നു. ഈ പ്രത്യേകതയെല്ലാം ഉൾക്കൊള്ളുമ്പോൾ നല്ല കുടിവെള്ളം വീടുകളിൽ കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണെന്ന് ഗവൺമെൻറ് വിലയിരുത്തി. അതുകൊണ്ടാണ് ജൽജീവൻ മിഷൻ പദ്ധതി നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ പിൻബലം സർക്കാർ കൊടുത്തത്. ഈ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ വാട്ടർ അതോറിറ്റി കൊടുത്തിരുന്ന കുടിവെള്ള കണക്ഷൻ 17 ലക്ഷം മാത്രമായിരുന്നു. അത് 60 വർഷക്കാലം കൊണ്ട് കൊടുത്തതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ 17 ലക്ഷത്തിൽ നിന്ന് 44 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞു. 70,80,000 കുടുംബമാണ് കേരളത്തിലുള്ളത്, നഗരസഭ കൂടാതെ പഞ്ചായത്ത് മാത്രമാണ് പറയുന്നത്. ആ 70,80,000 കുടുംബങ്ങളിലും വെള്ളം എത്തുന്നതിനുള്ള പദ്ധതികളെല്ലാം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ചരിത്രപരമായ ഒരു നിയോഗമാണ് ഈ ഗവൺമെൻറ് പൂർത്തീകരിക്കുന്നത്. ട്രീറ്റ് ചെയ്ത വെള്ളം പൈപ്പുകളിൽ എത്തിച്ച് വീട്ടിലെത്തിക്കുക. ആ ദൗത്യ പൂർത്തീകരണത്തിന് തലശ്ശേരി നിയമസഭാ മണ്ഡലം അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യമായ തുക പൂർണ്ണമായും കൊടുക്കാൻ കേരളത്തിൽ വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളുണ്ടായിരുന്ന സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ തുക മേടിച്ചെടുത്ത ഒരു വ്യക്തിയാണ് തലശ്ശേരിയുടെ MLA പ്രിയപ്പെട്ട ശ്രീ ശംഷീർ എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഈ സമയം ഉപയോഗിക്കുക. അദ്ദേഹം നിയമസഭാ സ്പീക്കറായി ഇപ്പോൾ. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. മനോഹരമായി നവീകരിച്ച ക്ഷേത്രക്കുളത്തിന്റെ സംരക്ഷണം സംഘാടകരും ദേശവാസികളും ഏറ്റെടുക്കണമെന്നും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ അവസരമൊരുക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. ചടങ്ങിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, തലശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി. 65 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് കുളം നവീകരണത്തിന് ജലസേചന വിഭവ വകുപ്പ് അനുവദിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിന് ചുറ്റും 5 മീറ്റർ ഉയരത്തിൽ പാർശ്വഭിത്തി നിർമ്മിച്ചു. കുളത്തിന്റെ അടിഭാഗം വരെ ചെങ്കൽ പടവുകളും സ്റ്റീൽ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള ഫെൻസിംഗും പ്രവേശന കവാടത്തിൽ സ്റ്റീൽ ഗേറ്റുകളും നിർമ്മിച്ചു. കുളത്തിനും ചുറ്റുമതിലുകൾക്കുമിടയിൽ ഇന്റർലോക്ക് ചെയ്ത് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്. കവറിങ്ങോട് കൂടി ഡ്രൈനേജ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 9 ലക്ഷം ലിറ്റർ ജലം സംഭരിച്ചു വെക്കാവുന്ന രീതിയിലാണ് കുളം നിർമ്മിച്ചത്. 52.61 ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള നിർമ്മാണ ചിലവ്. സംഭരിക്കുന്ന ജലം കൃഷി ആവശ്യങ്ങൾക്കും പൊതുജനാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും. ചടങ്ങിൽ വെച്ച് നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അശ്വന്ത് ബാബുവിനെ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജലസേചനവും ഭരണവും ചീഫ് എഞ്ചിനീയർ P. ശ്രീദേവി, MI സർക്കിൾ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷാലു സുധാകരൻ, ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മനു മോഹൻ, തലശ്ശേരി മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ P. മനോഹരൻ, KV വിജേഷ്, A. സിന്ധു, സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികളായ CK രമേശൻ, VC പ്രസാദ്, ജോയ് കൊന്നക്കൽ, AV സ്മിത, ബഷീർ ചെറിയാണ്ടി, പുരുഷു വരക്കൂൽ, BP മുസ്തഫ, അഡ്വക്കേറ്റ് മിലി ചന്ദ്ര, PP ഗംഗാധരൻ, വിജയൻ വെളിയമ്പ്ര, C. പത്മനാഭൻ, C. വിജയൻ, രാമചന്ദ്രൻ തിരുമംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.